ആൻസൈറ്റിയെ നേരിടുന്നതിന് വേറൊരു ടെക്നിക്കാണ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയും. അത് നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ള ഒരു ടാസ്ക്, നമുക്ക് അടുത്ത ആഴ്ച ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കണം, ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഒരു എക്സാമിന് ചെയ്യണം, എന്താണെങ്കിലും അത് നമ്മൾ ഭംഗിയായി ചെയ്യുന്നതായിട്ട് അതിൻ്റെ ആരംഭം മുതൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം പോസിറ്റീവായിട്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂം, സ്റ്റഡി ടേബിൾ, നമ്മൾ എങ്ങനെയാണോ പഠിക്കാനിരിക്കുന്നത്, ഡെയിലി പഠിക്കുന്ന രീതികൾ, ഡിസിപ്ലിനായിട്ടിരിക്കുന്നത്, ഫോക്കസായിട്ട് പഠിക്കുന്നത്, ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഓരോ ദിവസം വന്ന് നമ്മുടെ ആ എക്സാമിൻ്റെ ദിവസം വരികയാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ ദിവസം നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുന്നത്, നമ്മൾ കോൺഫിഡൻ്റായിട്ട് പോകുന്നത്, എക്സാം നടക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നത്, അവിടെ വളരെ കോൺഫിഡൻ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു റിലാക്സേഷൻ ബ്രീത്തിങ് ടെക്നിക്സൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാമെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നു. അവിടെ നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. പോസിറ്റീവ് തോട്ട്, വിഷ്വലൈസേഷൻ, ഈ റിലാക്സേഷൻ, ഇതൊക്കെ എല്ലാം നമ്മൾ ചെയ്ത് എക്സാം കംപ്ലീറ്റ്ലി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പോസിറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്ഥലത്ത് ചെല്ലുന്നു, അവർ നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ വളരെ ബോൾഡായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ നമ്മൾ വളരെ കോൺഫിഡൻ്റായിട്ട് കയറി ചെല്ലുന്നു, അവരെ വിഷ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്നു, നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇരുന്നിട്ട് ആൻസർ പറയുന്നു. ഇത് വിഷ്വലൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് കണ്ടീഷൻഡ് ആവും. അപ്പോൾ നമ്മൾ ശരിക്കും ആ റിയലായിട്ടുള്ള സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ആ രീതിയിലേക്ക് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഒരു ഫാക്റ്റ്.